നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കേരളത്തിൽ മഴ കനക്കുമ്പോൾ ആശങ്കയും വർദ്ധിക്കുകയാണ്. കാരണം മഴ ഉണ്ടാകുമ്പോൾ അതിശക്തമായിട്ടുള്ള മഴയാണ് പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസവും ഉണ്ടായപ്പോഴും മിന്നൽ ചുഴലി അടക്കം റിപ്പോർട്ട് ചെയ്യുകയും കനത്ത നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കുറച്ച് മാസങ്ങൾ കേരളത്തിൽ ഏറെ ആശങ്കയുണ്ടാകുന്ന മാസങ്ങളാണ്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ മഴ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സമയമാണ്. മാത്രമല്ല, പല തരത്തിലുള്ള ദുരന്തങ്ങളും നമ്മൾ നേരിട്ട് കാണേണ്ടി വന്നിട്ടുള്ള ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അലേർട്ടുകൾ വളരെ കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാർ നൽകുന്നതും അതുപോലെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകളും കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് വന്നിട്ടുള്ള കേരളത്തിലെ മഴ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത 5 ദിവസം കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച്, യെല്ലോ അലേർട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. യെല്ലോ അലേർട്ട് പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലയിലും 19/8/2025 കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 20/8/2025 കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്ററിൽ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശബരിഗിരി ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായ കക്കി ആനത്തോട് ഡാമിന്റെ 2 ഷട്ടറുകൾ ഇതിനോടകം തുറന്നു കഴിഞ്ഞു. 2, 3 നമ്പർ ഷട്ടറുകളാണ് 30 സെന്റിമീറ്റർ വീതം ഉയർത്തിയിരിക്കുന്നത്. ഇതിനു മുൻപ് 2 വർഷം മുമ്പ് 2024 ഈ ഷട്ടറുകൾ തുറന്നിട്ടുള്ളത്. ശക്തമായ മഴയിൽ ശബരിഗിരി സംഭരണിയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാലും വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാലുമാണ് സംഭരണിയിലെ ജലനിരപ്പ് അപ്പർ റൂൾ ലെവലായ 1976.2 മീറ്റർ കടന്നപ്പോഴാണ് 2 ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. ഈ മാസം 20 വരെ ആനത്തോട് അണക്കെട്ടിന്റെ റൂൾ ലെവൽ അനുസരിച്ച് ജലനിരപ്പ് 1976.2 മീറ്ററിൽ കൂടാൻ പാടില്ല. അതിൽ പ്രകാരമാണ് ഷട്ടറുകൾ ഉയർത്തിയതെന്നും അണക്കെട്ട് സുരക്ഷാ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉഷാദേവി പറഞ്ഞു. 2 ദിവസമായി ഈ മേഖലകളിൽ കനത്ത മഴ അനുഭവപ്പെടുന്നുണ്ട്. കക്കിയിൽ 110 മില്ലിമീറ്ററും പമ്പയിൽ 94 മില്ലിമീറ്ററും മഴ പെയ്തു. 22.112 ദശലക്ഷം ഘനമീറ്റർ വെള്ളം ഒഴുകിയെത്തി. ഇതോടെ ജലനിരപ്പ് റൂൾ ലെവലിൽ എത്തുകയായിരുന്നു. ജില്ലയിൽ അതിശക്തമായ മഴയുള്ളതിനാലും കക്കി ആനത്തോട് ഡാം തുറന്നിട്ടുള്ള സാഹചര്യത്തിലും തീർത്ഥാടകരും പൊതുജനങ്ങളും പമ്പ, ത്രിവേണിയിലും മറ്റു സ്ഥലങ്ങളിലും നദിയിലിറങ്ങുന്നതും കുളിക്കടവുകൾ ഉപയോഗിക്കുന്നതും താൽക്കാലികമായി നിരോധിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ ഉത്തരവിറക്കിയിട്ടുണ്ട്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ജനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയൊരു ദുരന്തമായിരിക്കും സംഭവിക്കുക. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയുള്ളതിനാൽ താഴ്ന്ന പ്രദേശത്ത് വെള്ളക്കെട്ട്, പ്രാദേശിക വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുണ്ട്. മലയോര മേഖലയിലും വനത്തിലും മഴ ശക്തമാകുന്നതും മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യത എന്നിവ വർദ്ധിപ്പിക്കുന്നതിനാൽ ഈ പ്രദേശങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ മുന്നറിയിപ്പ് നൽകി. ചിങ്ങമാസത്തിൽ നട തുറന്നതിനാൽ ശബരിമല തീർത്ഥാടകർ ഏറെ എത്തുന്നുണ്ട്. അവർ അതീവ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തുന്ന ഭക്തരൊക്കെ തന്നെ, അതുപോലെ അവിടെയുള്ള തീരദേശവാസികളും അതുപോലെ തന്നെ പുഴയുടെയൊക്കെ തന്നെ തീരത്ത് താമസിക്കുന്നവരൊക്കെ തന്നെ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള അപകടങ്ങൾ, ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മിന്നൽ പ്രളയവും മേഘവിസ്ഫോടനമൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിരവധി ആളുകളാണ് അവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകളെ, അതിലിരട്ടി ആളുകളെ അവിടെ കാണാതായിട്ടുണ്ട്. അവർക്കായിട്ടുള്ള തിരച്ചിലൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. അതേ സാഹചര്യം തന്നെയാണ്, മഴയൊക്കെ തന്നെയാണ് കേരളത്തിലും നിലനിൽക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ തരുന്ന മഴ മുന്നറിയിപ്പുകൾ ജനങ്ങൾ ഒരു കാരണവശാലും നിസ്സാരവൽക്കരിക്കരുത്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ വർഷം ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ ഉണ്ടായ ദുരന്തം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവനെടുത്തതിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല.
കേരളത്തിന്റെ ഭൂപ്രകൃതി പരിശോധിക്കുമ്പോഴും ഇനിയും അത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. കൃത്യമായ അറിയിപ്പ് സംവിധാനങ്ങളൊക്കെ തന്നെ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് അത് പാലിക്കേണ്ടത് ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസാരം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസാരം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്ന് എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാൻ ഇടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നത് വരെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന് റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യത മുന്നിൽ കാണണം. ജലാശയങ്ങൾ കരകവിഞ്ഞു ഒഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കേണ്ടതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഏതായാലും കേരളത്തിൽ ഈ ഒരു മഴ സാഹചര്യം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ജാഗ്രതകൾ പാലിക്കണം. ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും 7 പേർ മരിച്ചു. രാജ്ബാഗിലെ ജോത് ഘാട്ടി ഗ്രാമത്തിലും ജംഗ്ലോട്ട് ജില്ലയിലുമാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത്. ജോത് ഘാട്ടിയിൽ മാത്രം 5 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ജംഗ്ലോട്ടിയിൽ 2 പേർ മരിച്ചതായും അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരിച്ചവരിൽ 5 പേർ 2-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ്. പോലീസ്, സംസ്ഥാന ദുരന്ത നിവാരണ സേന, പ്രാദേശിക സന്നദ്ധ പ്രവർത്തകർ എന്നിവർ സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ജോത് ഘാട്ടിയിൽ നിന്ന് 5 പേരെ ഹെലികോപ്റ്റർ മാർഗം പഞ്ചാബിലെ പത്താൻകോട്ടിലെ ആശുപത്രിയിലേക്ക് മാറ്റിയതായി സ്ഥലം എംപിയും കേന്ദ്രമന്ത്രിയുമായ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. കത്വ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വഗാഡ്, ജാങ്ഡ ഗ്രാമങ്ങളിലും ലഖൻപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ദിൽവാൻ ഹുട്ട്ലിയിലും മണ്ണിടിച്ചിലുണ്ടായെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കനത്ത മഴയെ തുടർന്ന് മിക്ക നദികളിലും ജലനിരപ്പ് കുത്തനെ ഉയർന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഉദ് നദി കരകവിഞ്ഞൊഴുകുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പാണ് കിഷ്ത്വാർ ജില്ലയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് 60 പേർ മരിച്ചത്. ഏതായാലും രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ പെയ്യുകയാണ്. അതിൽ കേരളത്തിലും ഇതേ അവസ്ഥ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ജാഗ്രത പാലിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര മുന്നറിയിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മേഖലകളിലേക്ക് ജനങ്ങൾ മാറി താമസിക്കേണ്ടതാണ്.